Hello students, so far we have been discussing about radial flow reaction turbines. So we have studied that there are two types of radial flow turbines, inward and outward flow. No matter what, now we'll be discussing about an inward radial flow turbine. Okay, inward radial flow turbine. So this is a figure for inward radial flow. You can see that water flow from outside towards the axis of rotation or shaft, okay, through guide vanes and moving vanes. So guide vanes are fixed vanes now to guide the water flow, and moving vanes are those vanes attached to the wheel or runner, okay, wheel or runner, right? So you can see that here another cross section, another side view of this particular. So this is shaft, and these are guide vanes and in the periphery, and at the inner portion there is moving vane, right? Moving vanes. So this, since these moving vanes are radial vanes, so these are radial vanes, right? Right. So it has got two radius or two dia. There is inner dia. So this is inner dia D2, and this is outer dia D1. So there are two velocities U1. U1 is not equal to U2. The velocity of wheels are different in case of radial vanes, right? So U1 is nothing but pi D1 n by 60, and U2 is nothing but pi D2 n by 60. അപ്പോൾ ഇതാണ് പെൽട്ടൺ വീലിൽ U1 and U2 are same, but in radial flow turbines U1 is not equal to U2. What? Because the inner dia is not equal to the outer dia of runner, okay. So n is nothing but speed of the rotor or runner, right? And we have learned the velocity triangles, velocity triangles radial flow vein, റേഡിയൽ വെയിൻസിലെ വെലോസിറ്റി ട്രയാങ്കിളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് എങ്ങനെയാണ് കണ്ടത്? വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്നുള്ളത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ ദ റണ്ണർ ബൈ വാട്ടർ ഈസ് ഗിവൺ ആസ് റോ എ V1 into VW1 U1 plus or minus VW2 U2. ഇതായിരുന്നില്ല ഇക്വേഷൻ. So this is the equation for work done per second. അതായത് ഇവിടെ U1 U2 പെൽട്ടൺ വീലാണെങ്കിൽ U1 U2 കോമൺ ആയതുകൊണ്ട് അത് U ആയിട്ട് പുറത്ത് ബ്രാക്കറ്റിന് പുറത്തായിരുന്നു ഒരു കോമൺ U. പക്ഷേ ഇവിടെ U1 U2 ഡിഫറെൻ്റ് ആയതുകൊണ്ട് VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ VW എന്താണ്? VW എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ്, വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ് VW2. ഓക്കെ, നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്, വാട്ടർ പെർ സെക്കൻഡ്, അതായത് ഈസ് ഈക്വൽ ടു എന്താ ചെയ്താൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഡൺ പെർ സെക്കൻഡ്, അതാണ് കാണുന്നത്. അത് വെച്ചാൽ റോ ക്യൂ V1 എന്ന് വെച്ചാൽ റോ ക്യൂ ആണ്. VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 ഡിവൈഡഡ് ബൈ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ വെച്ചാൽ റോ ഇൻറ്റു മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ, റോ ക്യൂ ഇൻറ്റു ജി. ഇത് എന്താണ്? മാസ് ഫ്ലോ റേറ്റ്. റോ ക്യൂ എന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ജി എന്ന് വെച്ചാൽ വെയിറ്റ് ഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്, വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, അല്ലേ? നമുക്കെന്താണ് ന്യൂമറേറ്ററിൽ വേണ്ടത്? വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ്. ഡിനോമിനേറ്ററിൽ വെയിറ്റ് ഓഫ് വാട്ടർ, വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ജി ആണ്. പെർ സെക്കൻഡ് ആയതുകൊണ്ട് പെർ സെക്കൻഡ് ആണ് കണ്ടത്. പെർ സെക്കൻഡ് ആയതുകൊണ്ട് അതിന് എന്ത് ചെയ്താൽ മതി? എം ഡോട്ട് ഇൻറ്റു ജി ചെയ്താൽ മതി. എം ഡോട്ട് എന്ന് വെച്ചാൽ റോ ക്യൂ ഇൻറ്റു ജി. ഓക്കെ, അങ്ങനെ അതാണ് നമ്മളിവിടെ ചെയ്തിട്ട് കാണിച്ചത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നമുക്ക് റോ ക്യൂ ക്യാൻസൽ ആയി അല്ലേ. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 1/g times VW1 U1 plus or minus VW2 U2. So this particular equation is known as Euler's equation. അപ്പോൾ പെൽട്ടൺ വീലിൻ്റെ കേസിലും ഓയിലേഴ്സ് ഇക്വേഷൻ ഉണ്ട്. ഓയിലേഴ്സ് ഇക്വേഷൻ കാണണമെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് പെൽട്ടൺ വീലും ചെയ്താൽ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ നമുക്ക് കിട്ടുക വെച്ചാൽ പെൽട്ടൻ്റെ കേസിലാണെങ്കിൽ ഓയിലേഴ്സ് ഇക്വേഷൻ വരിക 1/g VW1 പ്ലസ് ഓർ മൈനസ് VW2 ഇൻറ്റു U ഇങ്ങനെ ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ ആണെങ്കിൽ U1 U2 ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് VW1 വെച്ചും VW2 വെച്ചും പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉണ്ടാവും. സപ്പോസ് ഈ ആംഗിൾ ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ് ബീറ്റ എന്ന് വെച്ചാൽ എന്താ, അതായത് ഔട്ട്ലെറ്റുള്ള V2 ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ V2 ഉണ്ടാക്കുന്ന ആംഗിൾ V2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ, ബീറ്റ അക്യൂട്ട് ആണെങ്കിലാണ് പ്ലസ് വരിക, ബീറ്റ ഒപ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ് അല്ലേ വരിക അല്ലേ. ഒപ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ് വരും. ബീറ്റ 90 ആണെങ്കിൽ VW2 ഈക്വൽ ടു 0 വരിക, VW2 ഈക്വൽ ടു 0 വരും. അപ്പോൾ ഓയിലേഴ്സ് ഇക്വേഷൻ 1/g VW1 U1 ഇങ്ങനെ വരും. ഓയിലേഴ്സ് ഇക്വേഷൻ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വാട്ടർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്. സോ അങ്ങനെയാണ് നമ്മൾ ഇത് കാണാം. അതിന് ഹൈഡ്രോളിക് എഫിഷ്യൻസി വെച്ചാൽ എന്താ, റണ്ണർ പവർ ബൈ വാട്ടർ പവർ അല്ലേ. റണ്ണർ പവറാണ് നമ്മൾ ഈ എഴുതിയ എന്താണ് വെയിറ്റ് W റോ ക്യൂ VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 അല്ലേ. ബൈ വാട്ടർ പവർ എന്ന് വെച്ചാൽ റോ ക്യൂ GH അല്ലേ, റോ ക്യൂ ക്യാൻസലായി. ബാക്കിയുള്ളത് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്, നമ്മൾ കൂടുതലും ഹൈഡ്രോളിക് എഫിഷ്യൻസി റേഡിയൽ വെയിൻസിൽ ഡിനോമിനേറ്റർ ഇടുക VW2 ഇത് റോ ക്യൂ ജി എച്ച് ആണ്. പക്ഷേ പെൽട്ടൺ വീലിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ ഇടുന്നത് സാധാരണ ഹാഫ് റോ എ V1 ഇൻറ്റു V1 സ്ക്വയർ, അതായത് ഹാഫ് റോ എ V1 ക്യൂബ്, അതാണ് അവിടെ ഇടുക കൂടുതലും. അവിടെ നമ്മൾ ആ ഒരു ടേം കൈനറ്റിക് എനർജി ടേമാണ്, ഇവിടെ റോ ക്യൂ ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ടേമാണ്. പക്ഷെ രണ്ടും ഈക്വലാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതലും സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും റോ ക്യൂ ജി എച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ബീറ്റ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഫിസിക്കൽ മീനിങ് എന്താ, ഡിസ്ചാർജ് അറ്റ് ഔട്ട്ലെറ്റ് ഈസ് റേഡിയൽ എന്നാണ്. റേഡിയൽ ഡിസ്ചാർജ് അറ്റ് ഔട്ട്ലെറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ബീറ്റ 90 ഡിഗ്രി. അപ്പോൾ ഒരു ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്ന ഒരു ടർബൈൻ ഒരു റിയാക്ഷൻ ടർബൈനാണ്. ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ടർബൈനാണ്. പക്ഷേ ആ ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഔട്ട്ലെറ്റിൽ ഡിസ്ചാർജ് റേഡിയൽ ആയിരിക്കും. അപ്പോൾ അവിടെ ബീറ്റ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫ്രാൻസിസ് ടർബൈൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഹിയർ ഇൻലെറ്റ് എനർജി കൺസിസ്റ്റ് ഓഫ് ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. അപ്പോൾ നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ കൊണ്ടുവരുന്നുണ്ട്, ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ഡിഗ്രി ഓഫ് റിയാക്ഷൻ R എന്ന് വിളിക്കുക. R ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് പ്രഷർ എനർജി, PR എന്ന് വെച്ചാൽ പ്രഷർ എനർജി ഇൻസൈഡ് റണ്ണറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഷർ എനർജിയിലുള്ള ചേഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി ഇൻസൈഡ് റണ്ണർ.
അപ്പോൾ ആക്ച്വലി റണ്ണറിൻ്റെ അകത്തേക്ക് എന്തൊക്കെ എനർജി വരുന്നുണ്ട്? കൈനറ്റിക് എനർജിയും വരുന്നുണ്ട്, പ്രഷർ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ പ്രഷർ എനർജിയിലുള്ള ചേഞ്ച് ഇൻസൈഡ് ദ റണ്ണർ ഡിവൈഡ് ബൈ ടോട്ടൽ എനർജിയിലുള്ള ചേഞ്ച്. അതാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്നുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആറിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടി വരും. എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ഈ പെർട്ടിക്കുലർ ഇക്വേഷനിൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ റണ്ണർ പവർ അല്ലേ? ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഈസ് നത്തിങ് ബട്ട് റണ്ണർ പവർ തന്നെയാണ്. റണ്ണർ പവർ അല്ലെങ്കിൽ അത് ഓയിലേഴ്സ് ഇക്വേഷനിൽ റണ്ണർ പവർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ആക്കിയാൽ അത് നമുക്ക് വേണമെങ്കിൽ 1/g VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2. ഇത് ഓയിലേഴ്സ് ഇക്വേഷൻ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡിലേക്ക് മാറ്റിയതാണ് ഇത്. ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്തായിരിക്കും. ഇനി ഈ പ്രഷർ എനർജി ചേഞ്ച് എങ്ങനെയാണ് കാണുന്നത് നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് HE എന്ന് കിട്ടും. H എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഇൻസൈഡ് ദ റണ്ണർ. ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഇൻസൈഡ് ദ റണ്ണർ. ഓക്കെ, അപ്പോൾ ഈ ടേം നമുക്കായി R ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രഷർ എനർജി ബൈ HE അല്ലേ? അപ്പോൾ HE എന്താണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, HE. ഇനി നമുക്ക് ഈ ന്യൂമറേറ്റർ കാണുന്നതിന് മുന്നേ നമുക്ക് ഈ വെലോസിറ്റി ട്രയാങ്കിൾസ് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, പക്ഷെ ഒന്നും കൂടി ഞാനത് കാണിക്കുന്നു. സോ ഇത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, അത് രണ്ടും വേറെ വരച്ചാണ് ഇവിടെ. അപ്പോൾ എന്താണ് V1 U1 VR1 VR2 V2 U2 VW2 VF1 VF1 ആൻഡ് 5. ഇതാണ് ബീറ്റ, ആംഗിൾ ബീറ്റ എന്താണ്, ആൽഫ എന്താണ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? അതൊക്കെ എന്താണ് നമുക്കറിയാം, റൈറ്റ്? നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. അതായത് ഈ VW1 എന്ന് പറയുന്ന സാധനം, വേൾഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വലി എന്താ? ഈ VW1 എന്ന് വെച്ചാൽ U1 പ്ലസ് എന്താണ് VR1ൻ്റെ, ഇത് VR1 ആണ്, VR2 അല്ല, ഇതൊരു മിസ്റ്റേക്ക്. സോ ദിസ് ഈസ് VR1. VR1ൻ്റെ എക്സ് കോമ്പണൻ്റ് അല്ലേ? VR1x U1 പ്ലസ് VR1 എക്സ് കോമ്പണൻറ്റ്, റൈറ്റ്? അപ്പോൾ U1 പ്ലസ് VR1ൻ്റെ എക്സ് കോമ്പണൻറ്റ് വെച്ചാൽ VR1 ഇൻറ്റു ആ തീറ്റ കോസ് കോമ്പണൻറ്റ് അല്ലേ? VR1 കോസ് തീറ്റയാണ് VR1 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ U1 എന്ന് പറയുന്നത് VR1 കോസ് തീറ്റയാണ്. ഈ VR1 കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് VF1ൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, DCB എന്നുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈപ്പോട്ടനസ് VR1 അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് VR1 സ്ക്വയർ മൈനസ് VF1 സ്ക്വയർ എന്ന് എടുത്തോളെ, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ VF1 എന്താണ്? VF1 എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ട്രയാങ്കിൾ ACB എടുത്തു കഴിഞ്ഞാൽ VF1 എന്ന് വെച്ചാൽ V1 സ്ക്വയർ മൈനസ് VW1 സ്ക്വയർ അല്ലേ? ഞാനത് VW1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് റൂട്ട് VR1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ മൈനസ് VW1 സ്ക്വയറിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഈ U1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. VW1 മൈനസ് U1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ മൈനസ് VW1 സ്ക്വയർ, റൈറ്റ്? അപ്പോൾ ഈ ഒരു ടേം എന്ന് വെച്ചാൽ VR1ൻ്റെയും V1ൻ്റെയും VW1ൻ്റെയും ടേംസിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞാൻ ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ VW1 മൈനസ് U1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു VR1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ മൈനസ് VW1 സ്ക്വയർ അല്ലേ? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ VW1 സ്ക്വയർ മൈനസ്
plus u1 square minus 2vw1 u1 is equal to vr1 square minus v1 square plus vw1 square. ഇതിൽ vw1 സ്ക്വയറും vw1 സ്ക്വയറും പോയി, അത് പോയി അല്ലേ. പിന്നെ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് u1 സ്ക്വയർ മൈനസ് vr1 സ്ക്വയർ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, പിന്നെ ഈ v1 സ്ക്വയർ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, പ്ലസ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2vw1 u1 ഇങ്ങനെ എഴുതിക്കൂടെ. അല്ലെങ്കിൽ vw1 u1 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് u1 സ്ക്വയർ മൈനസ് vr1 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ. ഇങ്ങനെ ഒരു മോഡലിലേക്ക് എത്തിച്ചു. അപ്പോൾ എന്താണ് ഈ vw1 u1 എന്നുള്ളത് u1 സ്ക്വയറിൻ്റെയും vr1 സ്ക്വയറിൻ്റെയും v1 സ്ക്വയർ. ഈ v1 എന്താണ്? അബ്സല്യൂട്ട് വെലോസിറ്റി. u1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വീൽ, vr1 എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി. ഈ മൂന്ന് വെലോസിറ്റിയുടെയും ടേംസിലേക്ക് vw1 u1 എന്നുള്ള ടേം കൊണ്ടുവന്നു. അപ്പോൾ vw1 u1 എന്നുള്ള ടേം എന്തുകൊണ്ടാണ് അതിനൊരു സിഗ്നിഫിക്കൻസ്? കാരണം ഇവിടെ vw1 u1 എന്നുള്ള ടേം ഉണ്ട് അല്ലേ. അപ്പോൾ ആ ടേമിനെ ഞാനൊന്ന് മാറ്റി എഴുതുന്നതാണ് ഹാഫ് ടൈംസ് u1 സ്ക്വയർ മൈനസ് vr1 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്യും. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ vw2 എന്ന് പറയുന്നത് എപ്പോഴും vw2 എന്താണ്? ഈ ഫിഗർ നോക്കിയാൽ vw2 എന്ന് പറയുന്നത് ഈ vr2യുടെ കോസ് കോമ്പണൻറ്റ് അല്ലെങ്കിൽ എക്സ് കോമ്പണൻറ്റിൽ നിന്ന് u2 കുറച്ചാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ vr2 എക്സ് കോമ്പണൻറ്റ് മൈനസ് u2 ആണ്. vr2 എക്സ് കോമ്പണൻറ്റ് എന്ന് വെച്ചാൽ vr2 സ്ക്വയറിൽ നിന്ന് vf2 സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ vr2 എക്സ് കോമ്പണൻറ്റ് കിട്ടൂലേ അല്ലേ. ഒന്ന് നോക്കിക്കോളൂ. vr2 ഹൈപ്പോട്ടനസ്, അതായത് ഈ ഫുൾ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ vr2 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് vr2 സ്ക്വയർ മൈനസ് vf2 സ്ക്വയർ അല്ലേ. ഫുൾ ട്രയാങ്കിൾ നോക്കിയാൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ മൈനസ് u2 ഉണ്ട് ഇവിടെ. പിന്നെ vf2 സ്ക്വയറിനെ വീണ്ടും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് vr2 സ്ക്വയർ മൈനസ് vf2 സ്ക്വയർ എന്ന് വെച്ചാൽ ആക്ച്വലി v2 സ്ക്വയർ മൈനസ് vw2 സ്ക്വയർ ആണ്. മൈനസ് u2 ഇവിടെയുണ്ട്. അപ്പോൾ vf2നെ നമ്മൾ ഒഴിവാക്കി. വീണ്ടും ആ ചെറിയ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ? ദിസ് പർട്ടിക്കുലർ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തു. അങ്ങനെ vf2ന് ഒരു വാല്യൂ എടുത്തു, അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി u2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. vw2 പ്ലസ് u2 എന്നുള്ളത് റൂട്ട് ഓഫ് vr2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ പ്ലസ് vw2 സ്ക്വയർ അല്ലേ. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പുറം സ്ക്വയർ ചെയ്താൽ vw2 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് 2vw2 u2 എന്നുള്ളത് എന്തായി? ഈ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി. vr2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ പ്ലസ് vw2 സ്ക്വയർ ആയി. ഇതിലിപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് vw2 സ്ക്വയർ ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 2vw2 u2 ഈസ് ഈക്വൽ ടു vr2 സ്ക്വയർ അല്ലെങ്കിൽ vr2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. അതായത് ഹാഫ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ ഹാഫ് ഓഫ് vr2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കേസിൽ vw1 u1ൽ u1 മാത്രം പോസിറ്റീവ്, u1ഉം v1ഉം പോസിറ്റീവ്, vr1 നെഗറ്റീവ് സൈൻ ആയിരുന്നു. പക്ഷെ ഇവിടെ vr2 പോസിറ്റീവ് സൈഡ്, v2 u2 നെഗറ്റീവ് സൈൻ അല്ലേ.
ഹാഫ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ 1/g VW1 U1 പ്ലസ് VW2 U2നെ നമ്മൾക്ക് എച്ച് എന്ന് വിളിക്കുക അല്ലേ, എച്ച് എന്നല്ല വിളിച്ച്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 1/g. ഇനി VW1 U1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ഹാഫ് ഉണ്ട് U1² മൈനസ് VR1² പ്ലസ് V1² പ്ലസ് വീണ്ടും ഒരു ഹാഫ് എന്താണ് U2² മൈനസ് U2² പ്ലസ് VR2² മൈനസ് V2². അല്ലേ, അപ്പോൾ ഹാഫ് ഞാൻ പുറത്തേക്ക് എടുത്തു. എച്ച് ഈക്വൽ ടു 1/2g എന്ന് പറയുന്നത് U1² മൈനസ് U2² അല്ലേ, പ്ലസ് V1² മൈനസ് V2² പ്ലസ് മറ്റത് VR2യുടെ കേസിൽ VR2² മൈനസ് VR1² ആണ്. ഇവിടെ 1 - 2, ഇവിടെയും 1 - 2, ഇവിടെ 2 - 1 ആണ്. അല്ലെങ്കിൽ U1² മൈനസ് U2² ബൈ 2g പ്ലസ് VR2² മൈനസ് VR1² ബൈ 2g പ്ലസ് V1² മൈനസ് V2² ബൈ 2g. ഇതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ വെലോസിറ്റി ഹെഡാണ്. നിങ്ങൾ ബെർണോളിസ് ഇക്വേഷൻസ് എല്ലാം പഠിച്ചല്ലേ. ഇപ്പോൾ V1² മൈനസ് V2², ഈ തേർഡ് ടേം എന്താണ്? തേർഡ് ടേം കൈനറ്റിക് എനർജി ടേമാണ്. കൈനറ്റിക് എനർജി ടേം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ചേഞ്ചാണ്, കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ചാണ്. ഓക്കെ, കൈനറ്റിക് എനർജിയിലുള്ള ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ U1² മൈനസ് U2² എന്ന് വെച്ചാൽ ആക്ച്വലി represent ചേഞ്ച് ഓഫ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. ചേഞ്ച് ഓഫ് എനർജി, അതായത് ആ വെലോസിറ്റി, വീലിൻ്റെ വെലോസിറ്റിയിലെ ചേഞ്ച് അല്ലേ. അപ്പോൾ ചേഞ്ച് ഓഫ് എനർജി ബൈ 2g പെർ യൂണിറ്റ് വെയിറ്റ്. ഇതും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. പെർ യൂണിറ്റ് വെയിറ്റ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. അതായത് ആ വീലിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. ഞാനിപ്പോൾ സെക്കൻഡ് ടേം VR2 മൈനസ് VR1. സെക്കൻഡ് ടേം വെച്ചാൽ ചേഞ്ച് ഇൻ സ്റ്റാറ്റിക് പ്രഷർ എനർജിയാണ്. ചേഞ്ച് ഇൻ സ്റ്റാറ്റിക് പ്രഷർ എനർജി. ചേഞ്ച് ഇൻ സ്റ്റാറ്റിക് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റിയിലുള്ള ചേഞ്ച് വെച്ചാൽ ചേഞ്ച് ഇൻ സ്റ്റാറ്റിക് പ്രഷർ എനർജി ആണ്. പ്രഷർ എനർജിയിലുള്ള ചേഞ്ചാണ് റിലേറ്റീവ് വെലോസിറ്റിയിലെ ചേഞ്ച്. U1 U2 വീൽ വെലോസിറ്റിയിലെ ചേഞ്ച് വെച്ചാൽ അത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ചേഞ്ച്. മാത്രം V1 മൈനസ് V2 എന്ന് പറയുന്ന V1² മൈനസ് V2² ബൈ 2g എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റിയിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ചാണ്. അപ്പോൾ നമുക്ക് പ്രഷർ എനർജിയിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രഷർ എനർജി എന്ന് പറയുന്നത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മാണ്. അതായത് U1² മൈനസ് U2² ബൈ 2g പ്ലസ് VR2² മൈനസ് VR1² ബൈ 2g. അതായത് ഈ സ്റ്റാറ്റിക് പ്രഷർ എനർജിയും ഇത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണമുള്ള ഡൈനാമിക് പ്രഷർ എനർജി ഇല്ല, രണ്ടും പ്രഷർ എനർജിയാണ്. ഓക്കെ, പ്രഷർ എനർജിയിലെ. അപ്പോൾ ഇത് മൊത്തമാണ് പ്രഷർ എനർജിയിലെ ചേഞ്ച്. അപ്പോൾ മൂന്നാമത്തെ ടേം പ്യുവർലി കൈനറ്റിക് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ 6 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? U1² മൈനസ് U2² ബൈ 2g പ്ലസ് VR2² മൈനസ് VR1² ബൈ 2g ഡിവൈഡ് ബൈ എന്താണ് U1² മൈനസ് U2² ബൈ 2g പ്ലസ് VR2² മൈനസ് VR1² ബൈ 2g പ്ലസ്
V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G. ഇതാണ് എന്ത്? അപ്പോൾ ഈ 2G എല്ലാം ക്യാൻസലാവും അല്ലേ? ഇതെല്ലാം ക്യാൻസലാവും. അപ്പോൾ R ഈസ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ ബൈ പ്ലസ് R2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ഡിവൈഡ് ബൈ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ എന്ന് എഴുതി. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു. ഇവിടെ ജസ്റ്റ് ഒരു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോറി അത് ഇവിടെ നിന്ന് മൈനസ് ചെയ്തു, അപ്പോൾ ഞാനിവിടെ അതേ ഒരു ടേം ആഡും ചെയ്യുന്നു, V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ പ്ലസ്, അപ്പോൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആഡ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് ഇത് രണ്ടും ക്യാൻസലായി പോകുമല്ലോ, നെറ്റ് എഫക്റ്റ് ഇല്ല. ഓക്കെ, നെറ്റ് എഫക്റ്റ് ഇല്ല. ഇനി ഞാൻ ഇത്രയും ടേമും ഈ ടേമും സെയിം അല്ലേ? അപ്പോൾ ഈ ഒരു ടേമും സെയിം ആയതുകൊണ്ട് R ഈസ് ഈക്വൽ ടു അത് ഡിവൈഡ് ബൈ, സോ ദിസ് ഡിവൈഡ് ബൈ ദിസ് വിൽ ഗിവ് യു 1. സോ 1 മൈനസ് ബാക്കിയുള്ള എന്താണ്? V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിൽ എന്താ? HE അല്ലേ? HE എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് HE ആണല്ലോ. റൈറ്റ്, HE എന്ന് എഴുതി. ഇനിയിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സോറി, HE ആവില്ല അല്ലേ? HE ആവില്ല, കാരണം HE ആവില്ല. HE എന്ന് വെച്ചാൽ റൈറ്റ്, ഇറ്റ് വിൽ ബി V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ. അപ്പോൾ ആക്ച്വലി HE എന്ന് വെച്ചാൽ എന്താണ്? V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G ഉണ്ട്, അതേപോലെ U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ ബൈ 2G ഉണ്ട്, അതേപോലെ VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ബൈ 2G ഉണ്ട്. അപ്പോൾ 2G HE എന്ന് വെച്ചാൽ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് പകരം 2G HE നേടാം. അപ്പോൾ R ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G HE. വെറും HE അല്ല, 2G HE. റൈറ്റ്, 2G HE. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ degree of reaction of a reaction turbine. R equal to 1 minus V1 square minus V2 square by 2G HE. Right, 2G HE. സോ ഫോർ എ പെൽട്ടൺ വീൽ, അപ്പോൾ ഒരു പെൽട്ടൺ വീലിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ ആണ്, ഏത് വീലിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജനറൽ ഇക്വേഷൻ. ഫോർ എ പെൽട്ടൺ വീൽ R എങ്ങനെ കാണാം? പെൽട്ടൺ വീൽ U1 ഈസ് ഈക്വൽ ടു U2 അല്ലേ? അതേപോലെ VR1 ഈസ് ഈക്വൽ ടു VR2. അങ്ങനെയാണെങ്കിൽ HE എന്തായിരിക്കും? HEയിൽ U1 ഇത് ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. ബാക്കിയുള്ള എന്താണ്? V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G. അപ്പോൾ 2G HE എന്ന് വെച്ചാൽ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ R ഈസ് ഈക്വൽ ടു 1 മൈനസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G HEക്ക് പകരം V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ തന്നെ ആയിരിക്കും പെൽട്ടൺ വീൽ. അപ്പോൾ ഇതും ക്യാൻസൽ ആയിട്ട് 1 ആവും. സോ 1 മൈനസ് 1 0 ആവും. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഫോർ എ പെൽട്ടൺ വീൽ ഈസ് 0. അതാണ് അതിൻ്റെ ഒരു മീനിങ്. പെൽട്ടൺ വീലിൽ റിയാക്ഷൻ ഇല്ല, റിയാക്ഷൻ എന്നുള്ള ഒരു ടേം അവിടെ വരില്ല. അവിടെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 0 ആണ് അവിടെ, കാരണം ഇൻലെറ്റിലുള്ള അവൈലബിൾ എനർജി പ്യുവർലി കൈനറ്റിക് ആയതുകൊണ്ട് അവിടെ പ്രഷർ എനർജിയിലൊരു ചേഞ്ച് ഒന്നും വരുന്നില്ല അല്ലേ? പ്രഷർ എനർജി ചേഞ്ച് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഡിഗ്രി ഓഫ് റിയാക്ഷൻ 0 ആണ്. ഓക്കെ, അതേപോലെ ഫോർ ആൻ ആക്ച്വൽ റിയാക്ഷൻ ടർബൈൻ, ഫോർ എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈൻ ഒക്കെ ആണെങ്കിൽ, ഫ്രാൻസിസ് ടർബൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ
ആക്ച്വൽ റിയാക്ഷൻ ടർബൈൻ. ആംഗിൾ ബീറ്റ ഈസ് 90 ഡിഗ്രി അല്ലേ, ബീറ്റ 90 ഡിഗ്രി ആണ്. ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ VW2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ V2 ഈക്വൽ ടു VF2 എന്ന് വരും. V2 ഈക്വൽ ടു VF2 എന്ന് വരും. ഫിഗർ വെലോസിറ്റി ട്രയാങ്കിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. V2 ഈക്വൽ ടു, അതായത് ഇങ്ങനെയായിരിക്കും വെലോസിറ്റി ട്രയാങ്കിൾ. ഇത് VR2 ആയിരിക്കും, ഇത് ഫൈ ആയിരിക്കും, ഇത് കംപ്ലീറ്റ് U2 ആയിരിക്കും. ഓക്കെ, V2 ഇതാണ് V2. ഈ V2 എന്ന് വെച്ചാൽ VF2ന് ഈക്വൽ ആയിരിക്കും. കാരണം അവിടെ VW2 ഇല്ല, കാരണം ഇതാണ് ബീറ്റ. ബീറ്റ 90 ഡിഗ്രിയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ദർ ഇസ് നോ മച്ച് ചേഞ്ച് ഇൻ ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, അതായത് VF1 ഈസ് ഈക്വൽ ടു VF2 ആണ് ആക്ച്വൽ റിയാക്ഷൻ ടർബൈൻസിലൊക്കെ വരിക. അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ HE എന്ന് പറയുന്നത് നമുക്കറിയാം, സിമ്പിളായിട്ട് HE എങ്ങനെ എഴുതിയത്, 1/G VW1 U1 പ്ലസ് VW2 U2. ഇതായിരുന്നു സിമ്പിൾ ആദ്യം നമ്മൾ എടുത്ത HEയുടെ ഇക്വേഷൻ. അതിൽ ഈ ടേം പോയി അല്ലേ, അതായത് ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ VW2 0 അല്ലേ. അപ്പോൾ HE എന്നുള്ളത് HE വിൽ ബി ഈക്വൽ ടു VW1 U1 ഡിവൈഡ് ബൈ G. ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ VW1 U1 ഡിവൈഡ് ബൈ G. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VW1 VF1ൻ്റെ ടേംസ് എങ്ങനെ എഴുതാം? ഈ ഫിഗർ നമ്മൾ ഇനീഷ്യൽ ഓക്കെ, ഇതിൽ VW1 എന്നുള്ളത് ഓക്കെ, ഈ VW1 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടാൻ ആൽഫ എന്താണ്, ടാൻ ആൽഫ എന്ന് വെച്ചാൽ VF1/VW1 അല്ലേ. അപ്പോൾ കോട്ട് ആൽഫ എന്താണ്, കോട്ട് ആൽഫ എന്ന് വെച്ചാൽ VW1/VF1. അപ്പോൾ VW1 ഈസ് ഈക്വൽ ടു VF1 കോട്ട് ആൽഫ എന്ന് എഴുതിക്കൂടെ, ഇത് കൂടെ. അപ്പോൾ നമ്മൾ ഇവിടെ VW1 ഈസ് ഈക്വൽ ടു VF1 കോട്ട് ആൽഫ എന്നെഴുതി. അതേപോലെ U1ൻ്റെ കേസിൽ ഈ ഫിഗറിന് U1 can be written as VW1 മൈനസ് എന്താണ് VR1x അല്ലേ, VW1 മൈനസ് VR1x. അതായത് VF1 കോട്ട് ആൽഫ മൈനസ് VR1x എന്ന് പറയുന്നത് VF1 കോട്ട് തീറ്റയാണ്. VF1 കോട്ട് തീറ്റയാണ് അല്ലേ, VF1 കോട്ട് തീറ്റ. അത് ഞാൻ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. U1 ഈസ് ഈക്വൽ ടു VF1 കോട്ട് ആൽഫ മൈനസ്, എല്ലാം VF1ൻ്റെ ടേംസിലേക്കാണ് കൊണ്ടുവരുന്നത്, കോട്ട് തീറ്റ. അങ്ങനെയാണെങ്കിൽ HE ഈസ് ഈക്വൽ ടു 1/G VF1 കോട്ട് ആൽഫ ഇൻറ്റു VF1 കോട്ട് ആൽഫ മൈനസ് VF1 കോട്ട് തീറ്റ. അതായത് HE ഈക്വൽ ടു 1/G VF1 ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ VF1 സ്ക്വയർ ആയി. പിന്നെ എന്തുണ്ട്, കോട്ട് ആൽഫ ഉണ്ട്, അകത്ത് കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ ഉണ്ട്, ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഇതവിടെ വെക്കാം. V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ എന്നുള്ളത് VF1 കൊസീക്ക് ആൽഫ, എല്ലാം ഞാൻ ഫ്ലോ വെലോസിറ്റി ടേംസിലേക്കാണ്. V1 എന്നുള്ളത് VF1 കൊസീക്ക് ആൽഫയാണ്, ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. മൈനസ് V2 എന്നുള്ളത്, സപ്പോസ് ഈ കേസിൽ ഫ്രാൻസിസ് റേഡിയൽ ആയതുകൊണ്ട് V2 ഈസ് VF2 തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ, VF2 തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ V1 ആക്ച്വലി അത് VF1
സ്ക്വയർ കൊസീക് സ്ക്വയർ ആൽഫ മൈനസ് വി എഫ് ടു. അപ്പോൾ ഈ വി എഫ് ടു ഈസ് ഈക്വൽ ടു വി എഫ് വൺ തന്നെയാണ്, ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ എന്നല്ല, വി എഫ് വൺ സ്ക്വയർ ഇൻറ്റു കൊസീക് സ്ക്വയർ ആൽഫ മൈനസ് 1 എന്ന് മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ ഈ കൊസീക് സ്ക്വയർ ആൽഫ മൈനസ് 1 എന്ന് വെച്ചാൽ കോട്ട് സ്ക്വയർ ആൽഫയാണ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി കോട്ട് സ്ക്വയർ ആൽഫയാണ്, കോട്ട് സ്ക്വയർ ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേമും കിട്ടി, ഈ എച്ചിയുടെ ടേമും കിട്ടി. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആർ ഈസ് ഈക്വൽ ടു 1 മൈനസ് വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ ബൈ 2gh അല്ലേ, ഇതല്ലേ ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ടേം. അപ്പോൾ 1 മൈനസ് വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ എന്ന് വെച്ചാൽ വി എഫ് വൺ സ്ക്വയർ കോട്ട് സ്ക്വയർ ആൽഫ, വി എഫ് വൺ സ്ക്വയർ കോട്ട് സ്ക്വയർ ആൽഫ ബൈ 2g ഇൻറ്റു 1/g എന്തായിരുന്നു അത്, 1/g വി എഫ് വൺ സ്ക്വയർ കോട്ട് ആൽഫ ഇൻറ്റു കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ. ജിയും ജിയും ക്യാൻസലായി. ബാക്കിയുള്ളത് ആർ ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇതിൽ വി എഫ് വൺ സ്ക്വയറും വി എഫ് വൺ സ്ക്വയറും ക്യാൻസലാവും. ബാക്കിയുള്ളത് കോട്ട് സ്ക്വയർ ആൽഫ ബൈ ഒരു 2 ഉണ്ടല്ലേ, പിന്നെ ഒരു കോട്ട് ആൽഫ ഉണ്ട്, ഒരു കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ ഉണ്ട്. ഈ കോട്ട് സ്ക്വയർ ആൽഫയും ഒരു കോട്ട് ആൽഫയും പോവും. ആ 1 മൈനസ് കോട്ട് ആൽഫ ബൈ 2 ടൈംസ് കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ. ഇതാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഇൻ കേസ് ഓഫ് ആക്ച്വൽ ഒരു ആക്ച്വൽ ഫ്രാൻസിസ് ടർബൈൻ്റെ എല്ലാം കേസിൽ ഒരു റേഡിയൽ ഡിസ്ചാർജ് ബീറ്റ 90 ആംഗിൾ ബീറ്റ 90 ഡിഗ്രി ആവുന്ന കേസുകളിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ഹൗ വി റൈറ്റ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. പിന്നെ കുറച്ച് ഡെഫിനിഷൻസും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ, അതും കൂടെ അറിഞ്ഞിട്ട് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻവേർട്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനിൽ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്, സ്പീഡ് റേഷ്യോ ഈസ് നത്തിങ് ബട്ട് നമ്മളെ U1 ഇൻലെറ്റിലുള്ള വീലിൻ്റെ സ്പീഡ് ഡിവൈഡ് ബൈ √2gh ആണ് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ടാൻജൻഷ്യൽ U1 എന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് വീൽ അറ്റ് ഇൻലെറ്റ്. ഫ്ലോ റേഷ്യോ എന്നുള്ളൊരു ടേം ഉണ്ട്. ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ഫ്ലോ റേഷ്യോ ഈസ് നത്തിങ് ബട്ട് അതേപോലെ VF1 ആണ്, ഫ്ലോ വെലോസിറ്റി ഡിവൈഡ് ബൈ √2gh. ഫ്ലോ വെലോസിറ്റി ഡിവൈഡ് ബൈ √2gh. അപ്പോൾ H എന്താണ്, ഹെഡ് ഓഫ് ദ ടർബൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം ഓർത്ത് വെക്കുക. അതേപോലെ ഡിസ്ചാർജ് ഓഫ് ടർബൈൻ കാണണമെങ്കിൽ ഇവിടെ നോസിലും ജെറ്റും നോസിലൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പെൽട്ടൺ വീലാണെങ്കിൽ π/4d² എന്നൊക്കെ വെച്ചിട്ട് കാണാൻ. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്ചാർജ് കാണുന്നത് π ഇൻറ്റു d1 ഇൻറ്റു b1 ഇൻറ്റു VF1 ഓർ π ഇൻറ്റു d2 ഇൻറ്റു b2 ഇൻറ്റു VF2 ആണ്. എന്താണ് d1 എന്നുള്ളത്, ഡയ ഓഫ് റണ്ണർ അറ്റ് ഇൻലെറ്റ്, അതറിയാം, ഇൻലെറ്റിലുള്ള ഡയ, വെയിൻ്റെ ഡയ. b1 എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് റണ്ണർ അറ്റ് ഇൻലെറ്റ്, റണ്ണറിൻ്റെ വിഡ്ത്ത് അറ്റ് ഇൻലെറ്റ്. VF1 അറിയാം, ഫ്ലോ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, അതറിയാം. അതേപോലെ d2 b2 VF2 എന്ന് വെച്ചാൽ ഡയ ഓഫ് റണ്ണർ അറ്റ് ഔട്ട്ലെറ്റ്, വിഡ്ത്ത് ഓഫ് റണ്ണർ അറ്റ് ഔട്ട്ലെറ്റ്. VF2 എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഫ്ലോ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. ഓക്കെ, അതൊക്കെ അറിയാം. അപ്പോൾ എന്താണ് ഈ πdb1 എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദ ഫ്ലോ അല്ലേ, ഇൻറ്റു ഫ്ലോ വെലോസിറ്റി ചെയ്താൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ് അല്ലേ, ഏരിയ ഇൻറ്റു വെലോസിറ്റി. പക്ഷേ ചില കേസിൽ ഇപ്പോൾ തിക്നെസ് ഓഫ് ദാറ്റ് വെയിൻസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, ദെൻ ഏരിയ ത്രൂ വിച്ച് ഫ്ലോ ടേക്സ് പ്ലേസ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ തിക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ πd1 മൈനസ് n ഇൻറ്റു ടി ആണ് എന്ത്, ഇൻറ്റു b1
ഇൻറ്റു വി എഫ് വൺ ആയിരിക്കും എന്ത് ക്യൂ. ഈ തിക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈ ഡി വൺ എന്നുള്ള എന്താണ് സർക്കംഫറൻസ് നിന്ന് ഈ തിക്നെസ് കുറച്ച് കുറയണം. ഓക്കെ, അപ്പോൾ ഈ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് വെയിൻസ് ആണ്. ടി എന്താണ്? തിക്നെസ് ഓഫ് വെയിൻ. തിക്നെസ് ഓഫ് വെയിൻ. ഓരോ വെയിൻ്റെയും തിക്നെസ്സും എൻ നമ്പർ ഓഫ് തിക്നെസ്. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് അവിടെ നിന്ന് കുറയും അല്ലേ? അത്രയും ഏരിയ അവിടെ നിന്ന് കുറയും. പിന്നെ ഇതിലുള്ളത് ഹെഡ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ നെറ്റ് ഹെഡ് കാണണമെങ്കിൽ ഇൻലെറ്റ് പ്രഷർ P1 തന്നിട്ടുണ്ടെങ്കിൽ P1/ρg പ്ലസ് V1/2/2g. നിങ്ങൾക്ക് അറിയാമല്ലോ, നെറ്റ് ബെർണോളിസ് ഇക്വേഷൻസ് അറിയാമല്ലോ, അതിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. V1/2g പ്ലസ്, അതായത് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് ആയിരിക്കും നെറ്റ് ഹെഡ് ഓഫ് ദ ടർബൈൻ. ഓക്കെ, അതേപോലെ ഇഫ് ദർ ഇസ് നോ ലോസ്, there is no loss of energy when water flows through the vein. നമുക്ക് നെറ്റ് ഹെഡിൽ നിന്ന് ഔട്ട്ലെറ്റിലുള്ള കൈനറ്റിക് എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ we will get that runner power, അല്ലെങ്കിൽ എച്ച് എന്നില്ല VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2. ഇതാണ് ഈ നെറ്റ് ഹെഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജി, വേസ്റ്റ് ആവുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ഔട്ട്ലെറ്റുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പവർ. ഇങ്ങനെ എഴുതാം. അത് നോ ലോസ് ഓഫ് എനർജി എന്നുള്ള ഒരു കേസെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് നോക്കുക, ഇതും ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാം. പിന്നെ ഒരു കപ്ൽ ആൻഡ് ടർബൈനും കൂടിയുണ്ട്. അതൊരു കപ്ൽ ആൻഡ് ടർബൈൻ പ്യുവർലി ആക്സിയൽ ടർബൈനാണ്. അതായത് ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്, കപ്ൽ ആൻഡ് ടർബൈൻ ഉണ്ട്. രണ്ടും റിയാക്ഷൻ ടർബൈനാണ്. ഫ്രാൻസിസ് എന്ന് വെച്ചാൽ രണ്ടും റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്, റിയാക്ഷൻ ആണ്. പക്ഷേ ഈ കപ്ല എന്ന് വെച്ചാൽ ആക്സിയൽ ഫ്ലോ ടർബൈനാണ്. അത് ഫ്ലോ ആക്സിസിന് അല്ലെങ്കിൽ ഷാഫ്റ്റിന് പാരലായിട്ടായിരിക്കും ഫ്ലോ ഉണ്ടാവുക. പക്ഷെ ഫ്രാൻസിസ് വെച്ചാൽ റേഡിയൽ ഫ്ലോ ഉണ്ടാവും പ്ലസ് കുറച്ച് ആക്സിസിന് പാരൽ, അതായത് ഫ്ലോ റേഡിയലിന് വെയിനിന് പാരലായിട്ട് പോകും, അതായത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് എന്തായി, കുറച്ചൊരു ആക്സിയൽ ഫ്ലോ, ഒരു മിക്സഡ് ഫ്ലോ ആണ്. റേഡിയൽ പ്ലസ് ആക്സിയലിൻ്റെ ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഫ്രാൻസിസ് എന്ന് പറയുന്നത് പ്യുവർലി റേഡിയൽ അല്ല, പക്ഷേ ഫ്ലോ പകുതി റേഡിയലായിരിക്കും പകുതി ആക്സിയലായിരിക്കും. ഓക്കെ, ആ ഫിഗർ നമ്മൾ ആ ആനിമേഷൻ കണ്ടാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഫ്രാൻസിസിൻ്റെ കുറച്ച് പ്രോബ്ലം, കപ്ലാൻ്റെ കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.